ഞാനിപ്പോൾ ഉള്ളത് ഈ വീട്ടിൻ്റെ ഏറ്റവും ടോപ്പിലാട്ടോ. എത്രാമത്തെ നിലയെന്നറിയാമോ? 4 നില വീട്. അതിൻ്റെ ഇപ്പോൾ ഏറ്റവും ടോപ്പിലുള്ള എന്താ ഹൈറ്റ് ഉണ്ടോ? തെങ്ങലം നോക്കിയേ, മഴ പെയ്യുന്നുണ്ട്. വലിയ വീടാട്ടോ, 4 നില വീട്. ഇവിടെ തന്നെ കണ്ടോ, വലിയ അച്ഛനുണ്ടോ റൗണ്ട് വെളിപ്പേട് പോലെ ആ ഒരു ഷേപ്പിൽ കാണുന്നുണ്ട്. നോക്കാലോ. ഓ എൻ്റെ മോനെ നോക്കിയ 4 നില ബിൽഡിങ്, 4 നില വീട്. ഫ്രണ്ട്സ്, ഗുഡ് ആഫ്റ്റർനൂൺ. ഇപ്പോൾ 2 മണി 2:30 മണിയായി. ഗംഭീര മഴയാണ്. ഇന്നലെ ഇന്നായിട്ട് ഭയങ്കര മഴ. ഇന്ന് ഭയങ്കര മഴ, ഇന്ന് നിന്നിട്ടേ ഇല്ല മഴ, ഗംഭീര മഴ. അതുകൊണ്ട് മഴക്കോട്ടലിട്ടിട്ട് ഞാൻ ഒരു സ്ഥലത്തേക്ക് പോയി. എനിക്കൊരു സൈറ്റിൽ പോകണം, വെള്ളൂർ, പയ്യന്നൂർ വെള്ളൂർ ഭാഗത്തേക്ക് പോകണം. അവിടെ ഒരു UPVCൻ്റെ വർക്ക് എടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ചെയ്യാൻ വേണ്ടി പോയേട്ടോ. അവർക്ക് വേണ്ടിയൊക്കെ വീഡിയോ ചെയ്യാൻ വേണ്ടി പോയാൽ. അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയാന്ന് 2:30 മണിയായി. ഇന്നടിയും പോയിട്ടൊന്നുമില്ല, ഇന്ന് വീട്ടിൽ തന്നെ. അപ്പോൾ അതാണ് പോകാൻ വിചാരിച്ചു. മഴയാണ്, മഴക്കോട്ടലിട്ട് റെഡി ആയിട്ടുണ്ട്. നല്ല സുഖം ഉണ്ടാവല്ലേ മഴയത്ത്. ഞാൻ നേരെ എന്ത് ചെയ്യുന്നറിയാം, ഇവിടുന്ന് ഞാൻ പൊതുവേ നമ്മുടെ അതായത് അടുത്തിലെ വഴി അങ്ങനെ പിലാത്ര അങ്ങനെ പയ്യന്നൂരൊക്കെ അല്ലേ പോക്ക്. മണ്ടൂര് അടുത്തിലെ മണ്ടൂർ അങ്ങനെ പിലാത്ര പയ്യന്നൂർ. പക്ഷെ ഇപ്പം എങ്ങനെ പോകുന്നറിയാം, ഇപ്പോൾ 2-3 വട്ടമായിട്ട് എങ്ങനെ പോകുന്നത് വെച്ചാൽ നേരെ നമുക്ക് നെരിയമ്പുറത്തുനിന്ന്, അതായത് എൻ്റെ നാട്ടിൽ നിന്ന് നെരിയമ്പുറത്തുനിന്ന് പെരിയാർ മെഡിക്കൽ കോളേജില്ലേ, അവിടത്തേക്ക് എളുപ്പ വഴിയുണ്ട്, ശ്രീസ്ത റോഡ്, ശ്രീസ്ത. അപ്പോൾ നെരിയമ്പുറത്തുനിന്ന് ഞാൻ എന്ത് ചെയ്യും, ഇവിടുന്ന് നേരെ നെരിയമ്പുറത്തുനിന്ന് അങ്ങനെ ശ്രീസ്ത റോഡ് അങ്ങനെ പെരിയാർത്ത് കയറും. എന്നിട്ട് പെരിയാർ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അറിയാലോ, പെരിയാർ മെഡിക്കൽ കോളേജിന് മുമ്പിലാണ് ഈ റോഡ് എത്തുക, കുറച്ച് ഇപ്പുറമായിട്ട്. അപ്പോൾ അവിടെ കയറിക്കഴിഞ്ഞാൽ ഹൈവേ ആയി, നേരെ പയ്യന്നൂർ വരെ, പെരുമ്പാ പാലത്തിൻ്റെ കുറച്ച് ഇപ്പുറം വരെ ഹൈവേ ചവിട്ടിവിടാം. മഴയത്ത് അതേ പറയാം, മഴയത്ത് ഡ്രൈവ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് പോവുക കേട്ടോ. ഓക്കെ, പ്രത്യേകിച്ച് ബൈക്കും കാറും എല്ലാം ശ്രദ്ധിച്ചിട്ട് പോവുക, ശ്രദ്ധിച്ച് ഡ്രൈവ് ചെയ്യുക, പ്രത്യേകിച്ച് ബൈക്ക്. യെസ്. അപ്പോൾ ഞാൻ നേരെ ഇനി എന്ത് ചെയ്യുന്നറിയാം, നേരെ പെരിയാർത്തുനിന്ന് നേരെ ചവിട്ടി പയ്യന്നൂരിൽ നിന്ന് വെള്ളൂർ പോവാൻ ഷൂട്ട് ചെയ്യണം. ഓക്കെ, അതിൻ്റെ ഇടയ്ക്ക് എനിക്കൊന്ന് എരുവൂർ SBI ബാങ്കിൽ പോകാനുണ്ട്. അവിടെ കയറിയിട്ട് പോകണോ? അത് സമയം എടുക്കും അല്ലേ, സമയം എടുക്കാൻ സാധ്യതയുണ്ട്. തിരിച്ച് വരുമ്പോൾ നോക്കാം. ഓക്കെ, ഏതായാലും ബാങ്കിൽ പോയിട്ട് പോവാം, നോക്കട്ടെ. കാര്യം നാളെ ഇന്ന് ശനിയാഴ്ച, നാളെ ഞായറാഴ്ച ലീവാണ്. കൊതി കടിച്ച് ഈ മഴ പെയ്താൽ ഇവിടുന്ന് വിടാം. ഓക്കെ, അപ്പം അങ്ങനെയാണ് മക്കളെ കഥ. യെസ്, മഴയത്തും മഴ ഇതാ മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാ മഴ പെയ്യുന്നുണ്ട്, മഴ. യെസ്, പോവാം. മഴ റോട്ടിലെല്ലാം കുണ്ടിലെല്ലാം വെള്ളം നിറഞ്ഞിരിക്കുകയാണ്. റോട്ടിലെ കുണ്ടിൽ മഴയാണ്. എന്താ മോനെ, മഴയത്തൊരു മൂട്, മഴയത്ത് പറഞ്ഞൊരു മൂടാതെ. യെസ്, മഴയത്ത് പറഞ്ഞൊരു മൂടാണ്. ആ രസം മഴയത്ത് ഇങ്ങനെ പോകാൻ പറ്റും. ഓരോ സ്ഥലത്തും ഭയങ്കര വെള്ളമാണ്. വയനാട്ടിലും അവിടെയെല്ലാം ഭയങ്കര മഴയായതുകൊണ്ട്, വയനാട്ടിലെല്ലാം ഭയങ്കര മഴയായതുകൊണ്ട് സീനാണ്. ഓരോ സ്ഥലത്തുള്ള ഉരുൾപൊട്ടലെല്ലാം സംഭവിക്കുന്നുണ്ട്, കുന്നിടിച്ചിൽ മലയിടിച്ചിലെല്ലാം നടക്കുന്നുണ്ട്. ഒന്നും സംഭവിക്കാതിരിക്കട്ടെ, ആർക്കൊന്നും സംഭവിക്കാതിരിക്കട്ടെ, ഒന്നും സംഭവിക്കാതിരിക്കട്ടെ. 2024 വയനാട് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ എന്താണെന്നല്ലേ ഓർക്കാൻ കഴിയുന്നില്ല അല്ലേ. ഈ ലോകം തന്നെ നെട്ടിവിറച്ച സംഭവം. അങ്ങനെ ഇരുവരും ബാങ്കിലെത്തി കഴിഞ്ഞു, ബാങ്കിൻ്റെ കാര്യങ്ങൾ കഴിഞ്ഞു. ജസ്റ്റ് ഡൗട്ട് വയ്ക്കാൻ വേണ്ടി വന്നു. അപ്പോൾ ഇവിടുന്ന് പോവാം. മഴയാണ്, മഴ ഡേ കാണാം കേട്ടോ, ഭയങ്കര മഴയാണ്. നേരെ പയ്യന്നൂരേക്ക്. ഓക്കെ, വെള്ളൂർ ഭാഗത്ത്. ഫ്രണ്ട്സ്, അങ്ങനെ ഇവിടെ എത്തിയേട്ടാ, വെള്ളൂരെത്തി. ഇതാണ് സൈറ്റ്. അപ്പോൾ ഇവിടുന്ന് വീഡിയോ എടുക്കണം. അപ്പോൾ ഇതിൻ്റെ വർക്ക് നടക്കുന്ന വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഓക്കെ, മഴ ഇങ്ങനെ പെയ്യുന്നുണ്ട്. അങ്ങനെ വണ്ടി ഇതാ നമ്മളെ ചേട്ടൻ, മഴ തികർത്ത് വഴിയാണ്, നിൽക്കാണ്ട് മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടുന്ന് ഷൂട്ട് ചെയ്തിട്ടാ. ഓക്കെ, 3 മണിയായി. ഞാനിപ്പോൾ ഉള്ളത് ഈ വീട്ടിൻ്റെ ഏറ്റവും ടോപ്പിലാട്ടോ. എത്രാമത്തെ നിലയെന്നറിയാമോ? 4 നില വീട്. അതിൻ്റെ ഇപ്പോൾ ഏറ്റവും ടോപ്പിലുള്ള എന്താ ഹൈറ്റ് ഉണ്ടോ? തെങ്ങലം നോക്കിയേ,
മഴ പെയ്യുന്നുണ്ട്. വലിയ വീടാട്ടോ, 4 നില വീട്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഒരു സംഭവമുണ്ട്, 4 നിലൻ്റെ മുകളിൽ ഒരു സംഭവമുണ്ട്. അപ്പോൾ അത് ഹെലിപ്പാഡാണെന്നാണ് തോന്നുന്നത്. എനിക്ക് നമ്മളെ ഇവിടുത്തെ സ്റ്റാഫ് ചെക്കൻ പറഞ്ഞ വെച്ചാൽ ഹെലിപ്പാഡാണെന്നോ. എനിക്ക് കണ്ടിട്ട് ഹെലിപ്പാഡ് പോലെ തന്നെ തോന്നിയത്. ഹെലിപ്പാഡ് തന്നെ കണ്ടോ, വലിയ അച്ഛൻ കണ്ടോ റൗണ്ട് ഹെലിപ്പാഡ് പോലെ ആ ഒരു ഷേപ്പിൽ കാണുന്നു. 4 നില ബിൽഡിങ്. ഇത് ലിഫ്റ്റ്, വലിയ വീടാണ്. കണ്ടോ, ഇത് ലിഫ്റ്റിൻ്റെ വീട്. ഇത് ലിഫ്റ്റിൻ്റെ കണ്ടോ, നോക്കാലോ. ഓ എൻ്റെ മോനെ, 4 നില ബിൽഡിങ്, 4 നില വീട്. മഴയാ, ഗംഭീര മഴ. കണ്ട, മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുക. തേങ്ങയെല്ലാം മറിക്കണമെങ്കിൽ ഇതാ അത്രയും വലിയ തെങ്ങോ, തേങ്ങ മറിക്കാൻ വീടിങ്ങനെ ഒന്ന് കുളത്തിയാൽ മതി. കണ്ടോ, ഇതാ സ്റ്റെയറിൽ ഇതാ ഇങ്ങനെയാണ് സ്റ്റെയറിലും വരുന്നത്. കണ്ടോ, നോക്കിയാ എൻ്റെ മോനെ. ഇത് പണി തീരുമ്പോൾ എങ്ങനെ ഉണ്ടായിരിക്കും എന്ന് അറിയാം. ഇതെങ്ങനെ ഉണ്ടാവും പണി തീരുമ്പോൾ? എല്ലാ വീട്, എല്ലാ നിലയിലും കിച്ചണ്, ബെഡ്റൂം, ബാത്റൂം എല്ലാ സെറ്റപ്പും ഉണ്ട്. വേണ്ട, ഇത് സാധനങ്ങൾ കയറ്റാൻ വേണ്ടിയിട്ടുള്ള മോട്ടറിൻ്റെ സംഭവം. ഓക്കെ, ഞങ്ങൾ സെറ്റപ്പ് കേട്ടോ, സെറ്റപ്പ് ഇതായത് മുകളിലേക്ക് വരേണ്ട സ്റ്റെയറിൽ. ഇതാണ് മുകളിലേക്ക് വരേണ്ട സ്റ്റെയർ. അപ്പോൾ എന്തെല്ലോ ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുക. നോക്കുന്നുണ്ടോ, ഞാൻ താഴെ ഇറങ്ങി. ഇത് നോക്കിയാൽ ഇവിടെ ഒരു പണിക്കാരൻ ഗ്രാനൈറ്റിൻ്റെ പണി എടുക്കുന്നുണ്ട്. കണ്ടോ, നിലത്തിൻ്റെ പണി ഇങ്ങനെ ചെയ്യുന്നുണ്ട്. മുകളിൽ കണ്ടോ, ആ ഹെലിപ്പാഡ് പറഞ്ഞ സംഭവമാണ് മുകളിൽ. കണ്ടോ, ഞാനങ്ങനെ ഇവിടുന്ന് ഇറങ്ങിയാണ്, ഇവിടുന്ന് പോയി കേട്ടോ എൻ്റെ ഷൂട്ട് കഴിഞ്ഞ്. ഓക്കെ, എൻ്റെ പണി കഴിഞ്ഞ് ഞാൻ പോയാണ്. ഇരുട്ട് ഇവിടെ ചവിട്ടാണ്ട് പണിയെടുക്കുന്നുണ്ട്. പിന്നെ ചവിട്ടിയ സ്ഥലങ്ങൾ ചെയ്യാനില്ല. യെസ്, നമ്മളെ വണ്ടി ഇതാ. വാ, യെസ് നേരെ പയങ്ങളിലേക്ക് കേട്ടോ. ചാവടിക്കണം, പയങ്ങളത്തിൽ ചാവടിക്കാം. അത് 4:15. യെസ്, പോവാ. മയക്കോട്ടലിട്ട് ഹെൽമെറ്റ് ഇട്ട് പോയാണ് ഗോയിങ് ടു നാട്ടിലേക്ക്.